+1 സീറ്റ് ക്ഷാമത്തിന് പരിഹാരമായിരിക്കുന്നു. അധിക ബാച്ചുകൾ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. 120 അധിക ബാച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. പാലക്കാട് 30, കോഴിക്കോട് 20, മലപ്പുറത്ത് 60, കാസർഗോഡ് 10 എന്നിങ്ങനെ ബാച്ചുകൾ നൽകും. ഒരു ബാച്ചിനായി 4 ഗസ്റ്റ് അധ്യാപകരെയും അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഈ സർക്കാർ UDF സർക്കാർ വന്നതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് 120 അധിക ബാച്ചുകൾ അനുവദിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഒക്കെ ബാച്ചുകൾ ഉള്ള നിലവിലുള്ള ബാച്ചുകളിൽ കൂടുതൽ കുട്ടികൾക്ക് മലപ്പുറത്ത് 60, പാലക്കാട്ട് 30, കോഴിക്കോട്ട് 20, കാസർഗോഡ് 10 എന്ന് പറഞ്ഞാൽ 10 സീറ്റല്ല. 10 സീറ്റ് എന്ന് പറയുമ്പോൾ 10 വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 60 വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ അല്ല. 60 ബാച്ചുകൾ, 60 ഡിവിഷനുകൾ, 60 ബാച്ചുകളാണ് മലപ്പുറത്തിന് അനുവദിച്ചത്. പാലക്കാടിന് 30, കോഴിക്കോട്ടിന് 20, കാസർഗോഡിന് 10. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷക്കാലം മലപ്പുറത്തെ എങ്ങനെയാണ് പിണറായി വിജയനും കൃമികീടങ്ങളും അവഗണിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫിഗറുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം മലപ്പുറത്ത് 10ാം ക്ലാസ് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന്, അതും നിങ്ങൾ ആലോചിക്കണം, ഹയർ എഡ്യൂക്കേഷൻ അല്ല, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പരമപുച്ഛം മലപ്പുറത്തോട്. ഇപ്പൊ നിങ്ങള് പല ഒച്ചപ്പാടുകള്, പല വിവാദങ്ങള്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും, ഇന്നലെ പോലും എരപ്പൻ ജലീലിനെ പോലെയുള്ളവര് കുരക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്തേ കെ സുരേന്ദ്രന് മറുപടി കൊടുക്കാത്തത് സാദിഖ് അലി തങ്ങളെ? സാദിഖ് അലി തങ്ങളുടെ മറുപടി അർഹിക്കുന്ന ഒരുത്തനുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? സാദിഖ് അലി തങ്ങളുടെ മറുപടി അർഹിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ, ഒരു കൃമികീടണ്ട നിങ്ങളുടെ കൂട്ടത്തില്? അത് തന്നെയാ സാദിഖ് അലി തങ്ങൾ മറുപടി പറയാത്തത്. മറുപടി അല്ലെങ്കിലും ലീഗിന്റെ പാരമ്പര്യം, ലീഗിന്റെ പ്രവൃത്തി എന്നൊക്കെ പറയുന്നത് ഇത് മറുപടി നാവ് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ്. ചെയ്ത് കാണിക്കുക, അതാണ് ലീഗിന്റെ മറുപടി എന്ന് പറയുന്നത്. എരപ്പൻ ജലീലിന് അത് കുറെ അനുഭവമുള്ളതല്ലേ. ഏറ്റവും ഒടുവിലായിട്ട് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് ലീഗ് നിർമ്മിച്ചു നൽകിയിട്ട് നിങ്ങൾ കയറി കിടക്കില്ലെന്ന് പറഞ്ഞപ്പോ, എടോ എരപ്പ, ലീഗ് നിർമ്മിച്ചതിൽ ആദ്യം കയറി കിടന്നത് ആ ദുരിതബാധിതര് അല്ലേ? അപ്പോ ലീഗിന്റെ പ്രവർത്തനങ്ങൾ അത് വാക്കുകൊണ്ടല്ല. ഇവിടെ ഒരു പതിറ്റാണ്ടിന്റെ കൃത്യമായി 10 വർഷം, ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് അവസാനിച്ചിരിക്കുന്നത്. മലപ്പുറത്തിന് 60 സീറ്റുകൾ ഇപ്പോഴും മതിയാകുമോ എന്ന് ചോദിച്ചാല് ചിലപ്പോ ഇനിയും വേണ്ടി വരും. പക്ഷേ ഭരണത്തിലേറി മാസങ്ങൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ 2 മാസം പോലും ആയില്ല മെയ് 18-ന് ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസം കൊണ്ട് 60 ബാച്ചുകൾ മലപ്പുറത്ത്. പാലക്കാട്ട് അത്ര തന്നെ ഉണ്ട്, 30 എണ്ണം. കോഴിക്കോട്ട് 20 എണ്ണം, കാസർഗോഡ് 10 എണ്ണം. അപ്പോ കൃത്യമായിട്ട് ഇതാണ് ഭരണം. ഈ ഭരണം കാണുമ്പോ സ്വാഭാവികമായിട്ടും പല രീതിയിൽ ഭരണം ഒന്നും പറയാനില്ല, എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം. ഇന്നലെയും കുത്തിത്തിരിപ്പിന്റെ ഏറ്റവും അങ്ങേയറ്റം പിണറായി വിജയൻ എന്ന് പറയുന്ന ജലീലിന്റെ തന്ത, സോകോൾഡ് തന്ത, ആ തന്ത പോയിട്ട് ഒപ്പിട്ടത് കാരണം കേരളം ഭാഗമായ PM ശ്രീയുമായിട്ട് ഇന്നലെയും ജലീല് കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? കാരണം ഇവിടെ 60 സീറ്റുകൾ വരാൻ പോവുക. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ട് പിണറായി വിജയൻ അവഗണിച്ച് പരമപുച്ഛത്തോടെ മാറ്റി നിർത്തിയ മലപ്പുറത്ത് 60 ബാച്ചുകളാ. 60 ബാച്ചുകൾ മാത്രമല്ല, 60 ബാച്ചുകൾക്ക് വേണ്ട അധ്യാപകരെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരിക്കുന്നു. അപ്പോ വളരെ കൃത്യമായിട്ട് മികച്ച ഭരണം മുന്നോട്ട് വെച്ച് കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോ കരച്ചിലുണ്ടാകും, പേപ്പട്ടി കുരക്കും പോലെയുള്ള കുരയുണ്ടാകും, പിന്നെ കൃമി കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിലും. ഇത് മൂന്നും നന്നായിട്ടുണ്ടാകും, ചെറിയ തോതിലൊന്നല്ല, നന്നായിട്ട് തന്നെ ഈ ചൊറിച്ചിലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോ വളരെ വ്യക്തമായിട്ട് സ്വാഭാവികമാണല്ലോ ഒരു എന്താ പറയേണ്ടത്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല അഭിപ്രായങ്ങൾ നേടി സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ കൃമികീടങ്ങള് കരഞ്ഞുകൊണ്ടേയിരിക്കും. കരയട്ടെ, കൃമികീടങ്ങൾ കരയട്ടെ.
മലപ്പുറത്തെ കഴിഞ്ഞ പതിറ്റാണ്ടായിട്ട് പരമപുച്ഛത്തോടു കൂടി മാറ്റി നിർത്തിയതിന്, അവഗണിച്ചതിന്, അല്ലേ? ഇപ്പോഴും ചിലപ്പോ ഈ അധികം അനുവദിച്ചിരിക്കുന്ന ബാച്ചുകളിലേക്ക് കൂടി അലോട്ട്മെന്റ് നടന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ചിത്രം ക്ലിയർ ആകും. ഇനിയും എത്ര പേർക്ക് സീറ്റ് കിട്ടാനുണ്ട്, അതോ എല്ലാവർക്കും കംപ്ലീറ്റ് ആയോ, ഇനി എവിടെയെങ്കിലും അധിക സീറ്റുകൾ അനുവദിക്കേണ്ടി വരുമോ, അല്ല ബാച്ച് തന്നെ അനുവദിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോൾ, ഈ ഇപ്പൊ അനുവദിച്ചിരിക്കുന്ന ബാച്ചുകളിലേക്ക് കൂടിയുള്ള അലോട്ട്മെന്റ് കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി കൃത്യത വരും, വ്യക്തത വരും. എന്താണെങ്കിലും എന്തുകൊണ്ടാ മലപ്പുറത്ത് ഇങ്ങനെ അവഗണിക്കാനുണ്ടായ കാരണം? അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കാലാകാലങ്ങളായിട്ടുള്ള മുസ്ലിം വിരോധമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ പലരിലൂടെ നമ്മൾ കണ്ടു. VS അച്യുതാനന്ദനിലൂടെ നമ്മൾ കണ്ടു, പിണറായി വിജയന്റെ കൃമികീടങ്ങളിലൂടെ ആ വിരോധങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെ? കൃത്യമായിരുന്നു. VS അച്യുതാനന്ദന് മലപ്പുറത്ത് കുട്ടികളെ കാണുമ്പോൾ വല്ലാത്ത പ്രശ്നമായിരുന്നു. പിന്നെ അയാൾക്ക് വല്ലാത്തൊരു എന്താ പറയേണ്ടത്, തൂറല് പിടിച്ച അവസ്ഥയായിരുന്നു അയാൾക്ക്. എന്നാ പിണറായി വിജയനോ മലപ്പുറത്ത് കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു ചൊറിച്ചില്. പിന്നെ കൃമികീടങ്ങൾക്ക് പറയണ്ടല്ലോ, രാജാവിന് ചൊറിച്ചിലാണെങ്കിൽ കൃമികീടങ്ങൾക്ക് അതിനേക്കാൾ വലിയ അസ്കിതയായിരുന്നു. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയാ. കാരണം ആരും കൂടുതലൊന്നും വീട്ടിലേക്ക് അരി വാങ്ങാൻ പൈസ തരണമെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 2 ഷൂ വാങ്ങാനുള്ള പൈസ തരണമെന്നൊന്നും സർക്കാരിനോട് ആരും പറഞ്ഞിട്ടില്ല, അത് പറയുകയുമില്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യമാണ്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഒരുപാട് 10 വർഷത്തോളം അനുഭവിച്ചതിന്, മലപ്പുറത്തെ മക്കൾ നെട്ടോട്ടം പാഞ്ഞതിന്, +1 ഒരു സീറ്റില്ലാതെ നെട്ടോട്ടം പാഞ്ഞതിന് എല്ലാത്തിനും ഒരു അറുതി എന്ന് തന്നെ പറയാം, അല്ലേ? ഇപ്പോ ഈ അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞു. കുറെ ഡാറ്റകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഇത്ര ബാച്ചുകൾ, 60 ബാച്ചുകൾ മലപ്പുറത്ത്, പാലക്കാട്ട് 30, കോഴിക്കോട്ട് 20, 10 കാസർഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഈ അക്കാഡമിക് ഇയറിൽ മാത്രമുള്ള പ്രശ്നമായിരുന്നില്ലല്ലോ. കഴിഞ്ഞതിനുണ്ടായിരുന്നു, അതിന് മുമ്പത്തുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിരുന്നു. ഈ 10 വർഷമായിട്ട് ഈ സീറ്റ് പ്രശ്നം വരുമ്പോ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു 10 സീറ്റ്, 10 ബാച്ചല്ല 10 സീറ്റ് കൂടുതൽ കൊടുക്കും. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ ഒരു 10 സീറ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് വല്ല കാര്യം ഉണ്ടാകുമോ? അതൊരു പ്രതിവിധിയാകുമായിരുന്നോ? ഒരിക്കലും ആകുമായിരുന്നില്ല. അപ്പൊ അവിടെയാണ് വളരെ കൃത്യമായി ഇപ്പോ പലർക്കും ഇപ്പോ ലീഗിന്, വിദ്യാഭ്യാസ വകുപ്പിൽ ലീഗിന് കൊടുക്കുമ്പോൾ വലിയ ചൊറിച്ചിലായിരുന്നു. എന്താ ഈ കുട്ടികളൊക്കെ പഠിച്ച് വലുതുക എന്ന് കാണുമ്പോ വല്ലാത്ത മൂലം കടച്ചില്. ഈ കുട്ടികളൊക്കെ പഠിക്കാൻ പോവുകയാണ്, സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പോകുന്നുണ്ട്, വിദേശത്ത് പോകുന്നുണ്ട്, രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ വല്ലാത്ത ചൊറിച്ചിലിങ്ങനെ ഇളകിയിരുന്നു. അപ്പോ കഴിഞ്ഞ കാലങ്ങളില് മാക്സിമം മലപ്പുറത്ത് അങ്ങോട്ട് അധിക്ഷേപിക്കുക. കാരണം എന്താ? മലപ്പുറത്ത് അവഗണിച്ചാല് അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സമുദായത്തിൽപ്പെട്ടവരാ. അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും അവഗണിച്ച് ചവിട്ടി താഴ്ത്താന് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ ചവിട്ടി താഴ്ത്താന് ഈ വെറ്റകളുടെ തന്തമാര് വിചാരിച്ച നടക്കുവോ? ഇവരുണ്ടാക്കിയവരെ തന്തമാര് വിചാരിച്ച നടക്കൂല. പിന്നെയാണ് ഇവര്, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്താമെന്നൊന്നും ആരും കരുതണ്ട. അതൊക്കെ വെറും വ്യാമോഹങ്ങൾ മാത്ര, അല്ലെ? അതൊക്കെ പ്രതിവിധികൾ കാണാനും എല്ലാം കൊണ്ടും പ്രതിവിധികൾ കാണാൻ പര്യാപ്തരായിട്ടുള്ള ആളുകൾ തന്നെയാ. എന്നാലും അവരെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുക മാക്സിമം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ അസമിലെ മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മ ചെങ്ങായിന്റെ ഒരു വാക്കാണ്. മുസ്ലിങ്ങളുടെ ഓട്ടോയിലൊക്കെ കയറിയാല് മാക്സിമം ഒരു 10 രൂപ എന്ന് പറഞ്ഞാൽ 3 രൂപ കൊടുക്കാൻ പാടുള്ളൂ. മാക്സിമം ബുദ്ധിമുട്ടിക്കണം അവരെ. അങ്ങനെ എടങ്ങാറാക്കി എങ്ങനെയെങ്കിലും
അവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ആ ചങ്ങായി പറഞ്ഞത്. അതുപോലെയാണ് മലപ്പുറത്തെ കുട്ടികളെ എങ്ങനെയെങ്കിലും എടങ്ങാറാക്കണം എന്നുള്ളതാണ് ആകെയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നത്. എന്താണെങ്കിലും വലിയ ആശ്വാസം തന്നെയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പരീക്ഷ SSLC പരീക്ഷ കഴിഞ്ഞ് പാസ്സായി നല്ല മാർക്ക് വാങ്ങി പാസ്സായി വന്നിട്ട് നിൽക്കുമ്പോൾ +1 പോകാൻ സ്കൂളില്ല, സീറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് ഇത്തരം ആശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പല ചൊറിച്ചിലുകളും എരപ്പൻ ജലീലിനെ പോലെയുള്ള പല ചൊറിച്ചിലുകളും പല ഭാഗത്തു നിന്നും നമ്മൾ കാണും. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. കാരണം ഇവനെ പോലെയുള്ള കുറെ എന്താ പറയേണ്ടത് റോട്ടിലുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരും മൈൻഡാക്കൂല, അങ്ങാടിയിൽ ഉണ്ടാവും. അപ്പോ അതുപോലെയുള്ള കേസ് കെട്ടാണ് എരപ്പൻ ജലീലിൻ്റെതൊക്കെ. എരപ്പത്തരം എന്നല്ലാതെ വേറൊന്നും കയ്യിലില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്തരക്കാര് മുന്നോട്ട് പോട്ടെ, നമുക്ക് അതിലൊന്നും യാതൊരു വിഷമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ മറുപടി പറയും, സ്വാഭാവികമായിട്ട്. അപ്പൊ ഈ ചൊറിച്ചിലിന്റെ അസ്കിത വല്ലാതെ കൂടുമ്പോ ഒരു ഡോസ് നമ്മൾ മരുന്ന് കൊടുക്കും. ഫുള്ളായിട്ട് മാറണ്ട. അവരത് ചൊറിച്ചിൽ അങ്ങനെ തന്നെ വേണം. കാലാകാലം ആ ചൊറിച്ചിൽ അവരുടെ കൂടപ്പറപ്പായിട്ട് തന്നെ വേണം. അതുകൊണ്ട് മാറാനുള്ള മരുന്നൊന്നും നമ്മൾ കൊടുക്കൂല. ഇടക്കിടക്ക് ഒരു ചെറിയ ഡോസ്, ആ ചൊറിച്ചിലിന് ചെറിയൊരു ശമനം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഡോസ് നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിനപ്പുറമൊന്നും വേണ്ട. അപ്പൊ അത് മതി, അത്ര മതി. ആ ചൊറിച്ചിൽ ഇവരെ ഉറക്കം കെടുത്തണം, ഇവരെ അസ്വസ്ഥരാക്കണം. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ആശ്വാസം സ്വാഭാവികമായിട്ടും ഇത്തരം മികച്ച ഭരണം കാണുമ്പോൾ കുരുപൊട്ടലുകൾ സ്വാഭാവികമാണ് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.